ധനുഷ് ചിരി നിർത്ത്, എന്നിട്ട് കാര്യത്തിലോട്ട് വാ. എന്നിട്ട് വിവാഹ തീയതി ഉറപ്പിച്ചോ അവര്? വിവാഹം നിശ്ചയം ഉടനെ ഉണ്ടാവും. നീ പറഞ്ഞിട്ടാ എല്ലാത്തിനും ഞാൻ മിണ്ടാ നിന്ന് കൊടുക്കുന്നേ. അങ്ങോട്ടേക്ക് പോകുന്തോറും കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പൊക്കൊണ്ടിരിക്കുക. അതിനിവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ കൈപ്പിടിയിൽ തന്നെയാ ഉള്ളത്. വിവാഹ നിശ്ചയമല്ലേ, വിവാഹമൊന്നുമല്ലല്ലോ. നിശ്ചയം കഴിഞ്ഞാൽ ഉടനെ വിവാഹം ഉണ്ടാവും. അത് മുടക്കി എല്ലാരെയും വിഷമിപ്പിക്കുന്ന എന്തിനാ? ആർക്കാ അവിടെ വിഷമം? വിവാഹത്തിന്റെ അന്ന് കള്ളക്കേസിൽ കുടുങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയ എന്റെ വിഷമത്തിന്റെ അത്രയൊന്നും അവിടെ ആർക്കും വരാനില്ല. ചെയ്യാത്ത കുറ്റത്തിന് 14 ദിവസം ജയിലിൽ കിടന്ന എന്റെ അത്രയും വിഷമം മറ്റാർക്കാ അവിടെ? എല്ലാത്തിനും സമ്മതിച്ചു കൊടുത്തിട്ട് ഞാനായിട്ടത് എങ്ങനെ മുടക്കും? അങ്ങനെ മുടക്കിയ പിന്നെ എന്നെ ആ വീട്ടിൽ അവര് പിന്നെ നിർത്തില്ല. നീയാണെങ്കി അവര് സമ്മതിക്കാതെ തന്നെ കൊണ്ടുപോവേയില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യും? തിരിച്ചു വരുന്ന യാത്രകൾക്ക് അർച്ചന പോവാറുള്ളൂ. തിരിച്ചു വരണം. നീ എന്റെ കൺമുന്നിൽ തന്നെ ഇങ്ങനെ ഉണ്ടാവണം. ഒരിക്കലും ഫലപ്രാപ്തി കിട്ടാത്ത നേർച്ചകൾ നടത്തി നീ ഇതുപോലെ തന്നെ ഉണ്ടാവണം. കുടത്തിൽ വെള്ളം കോരി ഭഗവാന്റെ പ്രീതി പിടിച്ചു പറ്റുകയോ ഉറങ്ങാതിരുന്ന് നാമം ജപിച്ച് ഈശ്വര കടാക്ഷം നേരിട്ട് വാങ്ങുകയോ ചെയ്ത് നീ ഇവിടെ ഏതെങ്കിലും ഒരു കോണിലുണ്ടാവണം. അവന്തികയുടെ അവസാനത്തെ ജയം കാണാൻ നീ ഇവിടെ വേണമെന്ന എന്റെ ആഗ്രഹം. ആ ആഗ്രഹം സാധിച്ചു തരുന്നുണ്ട് ഞാൻ. നിങ്ങൾ ജയിച്ചൊന്ന് നിങ്ങൾക്ക് തോന്നെടുത്ത് അർച്ചന ഉണ്ടാവും അവസാനത്തെ പോരാട്ടത്തിന്. അതിനുള്ള മനഃശക്തി ഇപ്പോഴും ഉണ്ട് അർച്ചനയ്ക്ക്. അത് വെറുതെ. പഴയ മനഃശക്തി ഒന്നും ഇല്ല അർച്ചനയ്ക്ക്. എന്തിനും മുന്നിലുണ്ടാവുന്ന നാവുകൊണ്ട് പറയുമ്പോഴും അർച്ചനയെ പിന്നോട്ട് വലിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താ ഇല്ലേ? അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയ അതിന്റെ അവസാനം അർച്ചനയുടെ കണ്ണുകൾ നിറയും, മനസ്സ് തകരും. ഇതുപോലെ ഉത്തരവില്ലാതെ എന്റെ മുന്നിൽ നിൽക്കുകയും ചെയ്യും. പക്ഷേ അത് ഞാൻ എപ്പോഴും പറയില്ല. എപ്പോഴും പറഞ്ഞ് കരയിപ്പിച്ച കരഞ്ഞു കരഞ്ഞ് നിന്റെ മനസ്സ് കല്ലായി മാറും. പിന്നെ അത് ഏൽക്കാതെ വരും. നല്ല നല്ല അവസരങ്ങൾ വരുമ്പോ ഞാനത് കുറച്ചു കുറച്ചായി കുത്തിനോവിച്ചോളാം. നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി. എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റില്ല. അത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ നോവിക്കുമായിരിക്കും. ശരിയാ, നിങ്ങളല്ല, അതാര് പറഞ്ഞാലും എനിക്ക് നോവും എന്ന് കരുതി എല്ലാ കാലത്തും എന്നെ അത് പറഞ്ഞ് തളർത്താന്ന് കരുതണ്ട. അങ്ങനെ നിങ്ങൾ കരുതിയാലും ഞാൻ അങ്ങനെ തകരാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ മുന്നിൽ. എന്നെ സ്നേഹിക്കുന്ന സച്ചേട്ടനും പരിഗണിക്കുന്ന വീട്ടുകാരും ഉണ്ടല്ലോ. മറ്റൊരു കുറവും തൽക്കാലത്തേക്ക് എന്നെ ബാധിക്കില്ല. അങ്ങനെ തന്റെ ഭാര്യയുടെ കണ്ണീര് കണ്ട് കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം അർച്ചന ഏറ്റെടുത്ത് നടത്താന്ന് പറഞ്ഞു. പണിയാണല്ലോ ശിവരാമ. ഇതിനൊക്കെ കാരണം ആരാണെന്നറിയോ? താൻ തന്നെ. സ്വന്തം കുഞ്ഞല്ലാത്തന്റെ വെറുപ്പ് തന്റെ ഭാര്യയ്ക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പ്രകടമായി കാണിച്ചതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. പലപ്പോഴും എനിക്കും തോന്നിയിരുന്നു താൻ കുറച്ച് ഓവറാണെന്ന്. മേഡം എന്നെ കുറ്റപ്പെടുത്താതെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയും. എന്റെ മനസ്സമാധാനം മുഴുവൻ പോയി നിൽക്കുക. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. ഏതൊരു മരമായാലും പുരയ്ക്ക് മേലേക്ക് ചാഞ്ഞ അത് അപകടമാ. അതിനെ കടക്കലെ വെട്ടി ദൂരെ എറിയണം. പിന്നീട് വളർന്നു പന്തലിച്ച് ശിവന്റെ കൂരയ്ക്ക് മേലേക്ക് ചായാൻ സാധ്യതയുള്ള ആ വൃക്ഷത്തൈ ഇപ്പൊ തന്നെ പിഴുത് ദൂരേക്കെറിയണം. തൈ വളർന്ന് മരമാവുന്നതിന് മുമ്പ് നശിപ്പിക്കണം. ശിവരാമന് മനസ്സിലായില്ലല്ലേ? കൊല്ലണോന്ന്. അർച്ചനക്കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ എപ്പോഴെങ്കിലും അവൾ അറിയും അത് തന്റെ അനിയത്തിയുടെ കുഞ്ഞാണെന്ന്. അതിനുള്ള സമയം നമ്മൾ കൊടുക്കരുത്. സന്ദർഭം ഉണ്ടാക്കുകയും ചെയ്യരുത്. അങ്ങനൊരു സന്ദർഭം വന്നാ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നെയോ തന്നെയോ അല്ല, നെല്ലിശ്ശേരിയിലെ തന്റെ കുഞ്ഞിനെ തന്നെ ആയിരിക്കും. ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന കാലം അത്രയും തന്റെ കുഞ്ഞിനത് അപകടമാ. വളർന്നു വലുതായി നെല്ലിശ്ശേരിയുടെ പരമസിംഹാസനത്തിൽ വാഴാനുള്ളവളാ തന്റെ മോള്. അതിനിടയ്ക്ക് ഈ കുഞ്ഞിന്റെ കാര്യങ്ങൾ എല്ലാരും അറിഞ്ഞ അന്ന് തന്റെ കുഞ്ഞ് അവിടുന്ന് ഔട്ട്.
ശിവരാമന്റെ കുഞ്ഞിന്റെ ഭാവിയെ ഓർത്ത് ഇപ്പോഴേ നമ്മൾ ആതിരയുടെ കുഞ്ഞിനെ കൊല്ലുന്നു. ശിവരാമൻ ചെയ്യുന്ന സൽക്കർമ്മമാണ് തന്റെ തന്നെ മോളുടെ ഭാവി നിർണയിക്കുന്നത്. അത് എപ്പോ എങ്ങനെ എന്ന് ഞാൻ പറഞ്ഞുതരാം. ശിവരാമൻ അതുപോലെ അങ്ങ് ചെയ്താൽ മാത്രം മതി. ബഹളം വെക്കണ്ട, അമ്മ ഇപ്പൊ വരാം.